ലോകരാഷ്ട്രീയത്തെയും പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സഖ്യം സംയുക്തമായി നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് ഇറാൻ വിപ്ലവത്തിന്റെ നെടും തൂണായിരുന്ന ഖമീനിക്ക് ജീവൻ നഷ്ടമായത്. ശനിയാഴ്ച പുലർച്ചെ ഉണ്ടായ ആക്രമണം ഇറാന്റെ ഭരണസിര കേന്ദ്രത്തെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി. ആക്രമണം തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ ഇറാന്റെ പ്രതിരോധ നിരയെ ഭേദിച്ച ഖമീനിയുടെ ഔദ്യോഗിക വസതിക്കും ഓഫീസിന് നേരെ കൃത്യമായ ലക്ഷ്യത്തോടെ പ്രഹരമേറ്റു. അത്യന്താധുനികമായ ഡ്രോണുകളോ സ്റ്റെൽത്ത് ജെറ്റുകളോ ഉപയോഗിച്ചാണ് ഈ നീക്കം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഖമീനിയുടെ അന്ത്യം ഇറാൻ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചതോടെ പ്രദേശം വൻ യുദ്ധഭീതിയിലായിരിക്കുകയാണ്. 35 വർഷത്തോളം ഇറാന്റെ സർവാധിപതിയായിരുന്ന ഒരാളുടെ അന്ത്യം കേവലം ഒരു മരണമല്ല, മറിച്ച് ഒരു യുഗത്തിന്റെ അന്ത്യമാണ്. പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തലവനായിരുന്ന ഖമീനിയുടെ മരണം ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വിയോഗത്തിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. 1939 മഷാദിലെ ഒരു മതപണ്ഡിത കുടുംബത്തിലാണ് ഖമീനിയുടെ ജനനം. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യനഗരമായ കുമിലി സെമിനാരിയിൽ നിന്നുള്ള മതപഠനമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തിയത്. ഇറാൻ ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പോരാടിയതിലൂടെയാണ് അദ്ദേഹം ജനകീയനായി മാറിയത്. ഷാ ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം പലതവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 1979 ചരിത്രപ്രസിദ്ധമായ ഇസ്ലാമിക വിപ്ലവം ഇറാനെ മാറ്റിമറിച്ചപ്പോൾ ഖമീനി അതിന്റെ മുൻനിരയിലുണ്ടായിരുന്നു. വിപ്ലവ നായകൻ ആയത്തുള്ള റൂഹുല്ല ഖമീനിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഖമീനി പുതിയ ഇറാൻ റിപ്പബ്ലിക്കിന്റെ കെട്ടിപ്പടുക്കലിൽ പ്രധാന പങ്ക് വഹിച്ചു. 1981 അദ്ദേഹം ഇറാന്റെ 3ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 8 വർഷം ആ പദവിയിൽ അദ്ദേഹം തുടർന്നു. 1989 ഖമീനിയുടെ മരണത്തെ തുടർന്നാണ് ഖമീനി പരമോന്നത നേതാവായി ചുമതലയേൽക്കുന്നത്. അന്നു മുതൽ ഇറാന്റെ സർവ്വ സൈന്യാധിപനും നീതിന്യായ വ്യവസ്ഥയുടെ തലവനും മാധ്യമങ്ങളുടെ നിയന്താവുമായി അദ്ദേഹം മാറി. ഇറാനിലെ ഓരോ ഭരണപരമായ തീരുമാനങ്ങളും ഖമീനിയുടെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമാണ് നടപ്പിലാക്കപ്പെട്ടിരുന്നത്. ഖമീനിയുടെ ഭരണകാലം പശ്ചിമേഷ്യയിലെ നിഴൽ യുദ്ധങ്ങളുടെ കാലം കൂടിയായിരുന്നു. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ നേരിട്ടുള്ള യുദ്ധത്തിന് മുതിരാതെ മേഖലയിലെ വിവിധ സായുധ ഗ്രൂപ്പുകളെ അദ്ദേഹം ഇറാന്റെ പ്രതിരോധ കവചമാക്കി മാറ്റി. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾ എന്നിവർക്കെല്ലാം ഖമീനി കൈമയും മറന്ന് സഹായം നൽകി. ഈ ബ്ലോക്ക് ശൃംഖലയിലൂടെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്താൻ ഖമീനിക്ക് സാധിച്ചു. ഷിയ സ്വാധീനം ഉറപ്പിക്കുന്നതിനൊപ്പം സൗദി അറേബ്യ പോലുള്ള പ്രാദേശിക എതിരാളികളെ വെല്ലുവിളിക്കാനും അദ്ദേഹം ഈ സംഘങ്ങളെ ഉപയോഗിച്ചു. ഖമീനിയുടെ ചാണക്യ തന്ത്രങ്ങൾ ഇറാന്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വിപ്ലവത്തിന്റെ സ്വാധീനം എത്തിക്കുന്നതിൽ വിജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കൊലപാതകത്തെ ചരിത്രത്തിലെ ഏറ്റവും പൈശാചികനായ മനുഷ്യന്റെ അന്ത്യമെന്നാണ് വിശേഷിപ്പിച്ചത്. ആക്രമണം നടന്ന ഉടൻ തന്നെ ട്രംപ് അവകാശവാദവുമായി രംഗത്തെത്തിയിരുന്നുവെങ്കിലും ഇറാൻ ആദ്യം അത് നിഷേധിച്ചു. എന്നാൽ പിന്നീട് റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ ശരിവെക്കുകയായിരുന്നു. ഖമീനി ഒറ്റയ്ക്കല്ല കൊല്ലപ്പെട്ടത് എന്നത് സംഭവത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മകൾ, പേരക്കുട്ടി, മരുമകൻ എന്നിവരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഖമീനിയുടെ കുടുംബത്തെ ഒന്നാകെ ലക്ഷ്യം വെച്ചുള്ള നീക്കം ഇറാന്റെ ഭരണകൂടത്തെ അടിമുടി തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ സഖ്യത്തിന്റെ ഈ കനത്ത പ്രഹരത്തിൽ ഇറാനിൽ ഇതുവരെ 201 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 747ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹാർമോസ്ഗനിലെ ഒരു ഗേൾസ് സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ലോകത്തെ ആകെ നടുക്കി. 100-ലധികം വിദ്യാർത്ഥിനികളാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾക്കിടയിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ പ്രത്യാക്രമണം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഗൾഫ് മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ നീക്കത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് വിവരം. മേഖലയിലെ എണ്ണ ഉൽപാദനത്തെയും കപ്പൽ ഗതാഗതത്തെയും ഈ സാഹചര്യം പ്രതികൂലമായി ബാധിക്കും. യുദ്ധം പടരുന്നത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വ്യവസ്ഥയെ മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്ക ശക്തമാണ്. ഖമീനിയുടെ മരണം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. അടുത്ത പരമോന്നത നേതാവ് ആരായിരിക്കുമെന്ന ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇറാൻ വിപ്ലവ ഗാർഡിന്റെ ഇടപെടലുകൾ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും. വരും ദിവസങ്ങളിൽ ഇറാന്റെ മറുപടി എത്തരത്തിലായിരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ലോക സമാധാനം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭയും മറ്റ് ലോകശക്തികളും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷയും അമേരിക്കയുടെ താൽപര്യങ്ങളും മുൻനിർത്തി നടത്തിയ ഈ ഓപ്പറേഷൻ ഒരുപക്ഷെ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയത്തിലാണ് ലോകം.